നമസ്കാരം. സംവാദത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തുന്ന 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് ആലത്തൂരാണ്. തരൂരും ചിറ്റൂരും നെന്മാറയും ആലത്തൂരും ചേലക്കരയും കുന്നംകുളവും വടക്കാഞ്ചേരിയും അടങ്ങുന്ന ആലത്തൂർ. അതെ, ആ മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ 2019 പാട്ടും പാടി വന്ന രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ചു പോയ ഇടം കൂടിയാണ് ഈ മണ്ഡലം. ഈ മണ്ഡലം എന്ന് പറയപ്പെടുന്നത് SC സംവരണ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മണ്ഡലമാണ് ആലത്തൂർ എന്ന് പറയപ്പെടുന്നത്. ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം ചിലപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് തന്നെയാണ്. ഇപ്പോഴും രമ്യ ഹരിദാസ് തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. പകരം കഴിഞ്ഞ വർഷം PK ബിജുവിനെയാണ് പരാജയപ്പെടുത്തിയതെങ്കിൽ ഈ വട്ടം LDF രമ്യ ഹരിദാസിനെതിരായി നിർത്തുന്ന സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രി കൂടിയാണ്. കാരണം ചേലക്കരയുടെ പുത്രനായിട്ടുള്ള K രാധാകൃഷ്ണനാണ് ഇവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിട്ടുള്ളത്. വലിയ പ്രതീക്ഷയിലാണ്, വലിയ വിജയപ്രതീക്ഷയിലാണ് K രാധാകൃഷ്ണൻ. ഒപ്പം ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴാണെന്ന് തോന്നുന്നു ഡോക്ടർ സരസു BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതും സരസുവുമായിട്ടുള്ള മോദിയുടെ സംഭാഷണമൊക്കെ വലിയ വൈറലാവുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ സരസു ഫേമസ് ആണ്. അതെ, അത് മാത്രമല്ല സരസു നേരത്തെ തന്നെ ഫേമസ് ആണ്. SFIക്കാർ SFIക്കാർ വിക്ടോറിയ കോളേജിലെ അധ്യാപികയായിരുന്ന പ്രിൻസിപ്പലായിരുന്ന സമയത്ത് അവർക്ക് കുഴിമാടം ഒരുക്കിക്കൊണ്ടാണ് അവരെ യാത്രയ്ക്ക് ശവമഞ്ചം ഒരുക്കിയ യാത്രയ്ക്ക് അന്ന് തന്നെ സരസു എന്ന് പറയുന്ന അധ്യാപിക സമൂഹത്തിന് മുന്നിൽ ഒരു വാർത്തയായി വരികയും അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും ചെയ്തതാണ് അന്ന്. അതെ അതെ, അതുപോലെ അതുകൊണ്ട് തന്നെ വലിയ പ്രത്യേകതകൾ ഈ മോദിയുമായിട്ട് ഡയറക്റ്റ് സംഭാഷണം നടത്തിയ ചിലപ്പോൾ ഇത്രത്തോളം ഫേമസ് ആവുകയോ അല്ലെങ്കിൽ ഇത്രത്തോളം സരസുവിന് വോട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയോ ചെയ്യില്ലായിരുന്നു. പക്ഷെ മോദിയുമായിട്ടുള്ള സംഭാഷണം പുറത്തായതോടുകൂടി സരസുവിന്റെ സാധ്യതകളാണ് കൂടുന്നത്. കാരണം അങ്ങനെ പെട്ടെന്ന് വിജയിച്ച് കയറും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ അതായത് TV ബാബു ആയിരുന്നു BDJSന്റെ സ്ഥാനാർത്ഥി. വെറും 89,837 വോട്ടുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. അതും അതിനു മുൻപ് നേടിയിട്ടുള്ളതിനേക്കാൾ 1.65% കുറവായിരുന്നു. അപ്പോൾ അങ്ങനത്തെ അത് BDJSന്റെ ഞാൻ പറഞ്ഞല്ലോ, BDJSന്റെ സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ BJPക്കാർ വോട്ട് ചെയ്യുക വളരെ കുറവായിരിക്കും. അത് അവർക്ക് BDJ സ്ഥാനാർത്ഥിയുള്ള ഒരു വ്യക്തിവിരോധമൊന്നുമല്ല, താമരചിഹ്നം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് വോട്ടിടുന്നില്ല, പകരം നോട്ടയ്ക്ക് വോട്ടിട്ടിട്ട് പോകുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയപ്പെടുന്നവർക്കും താമരചിഹ്നം നൽകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ വോട്ടിലെ ഈ കുറവ്, വ്യതിയാനം എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നുള്ളതാണ്. ഈ മുമ്പ് ഈ രമ്യ ഹരിദാസ് മത്സരിച്ചപ്പോൾ 2019 മത്സരിച്ചപ്പോൾ ഈ എല്ലാ മണ്ഡലങ്ങളിലും, അതായത് തരൂരാകട്ടെ, ചിറ്റൂരാകട്ടെ, നെന്മാറയാകട്ടെ, ആലത്തറയാകട്ടെ, ചേലക്കരയാകട്ടെ, കുന്നംകുളമാകട്ടെ, വടക്കാഞ്ചേരി ആകട്ടെ, എല്ലാ സ്ഥലത്തും മത്സരിച്ചതും അവിടെ ഏകദേശം വോട്ടുകൾ നേടി ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നതും രമ്യ ഹരിദാസ്. ലീഡ് ചെയ്തതെല്ലാം രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ. കാരണം രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിലൂടെ വന്ന ഒരു സ്ഥാനാർത്ഥി, അങ്ങനെ കണ്ടെത്തപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി, നാട്ടുകാർക്കെല്ലാം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അതിനുമപ്പുറം വിജയരാഘവന്റെ ചില പ്രസ്താവനകൾ, സ്ത്രീവിരുദ്ധ പ്രസ്താവന, ആ പ്രസ്താവനയിലാണ് സത്യത്തിൽ രമ്യ ഹരിദാസ് വിജയിച്ച് കയറുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടുകൂടിയാണ് രമ്യ ഹരിദാസിന്റെ ഒരു കൂടുതൽ അവരെങ്ങനെയാണോ പ്രചരണ രംഗത്ത് അതിലേറെ ശക്തമായി മുന്നോട്ട് പോകാനും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ അതിൻ്റെ പകുതി പോലും ഗുണങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അവർക്ക് ഉയർത്തിക്കാട്ടാനില്ല, ജയിക്കാവുന്ന സാധ്യതകൾ ഉയർത്തിക്കാട്ടാനില്ല. ഒന്ന്, കഴിഞ്ഞ തവണ ഒരു വലിയ തരംഗം ഉണ്ടായിരുന്നു, UDF തരംഗം, വളരെ ക്ലീനായ ഒരു UDF തരംഗം. അതിന് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. BJPക്ക് കൃത്യമായ ഒരു ഓൾട്ടർനേറ്റീവ് ആകാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന ഓപ്ഷനിലേക്ക്, അതായത് ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ഭരണവിരുദ്ധ വികാരവും ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുമപ്പുറം രമ്യ ഹരിദാസ് ഒരു പുതുമയുള്ള ചുറുചുറുക്കുള്ള പ്രായക്കുറവുള്ളൊരു സ്ഥാനാർത്ഥി, ആ ഒരു പാട്ടും ബഹളവും ഒക്കെയായി നടന്ന്. അതിനുമപ്പുറം പാലക്കാട് മണ്ഡലത്തിലെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഏറ്റെടുത്തുകൊണ്ട്, ഷാഫി പെങ്ങളൂട്ടിയും പേരും ഒക്കെ ഇട്ട് ഏറ്റെടുത്തുകൊണ്ട് നടന്ന് പ്രചരണം നടത്തി. വലിയ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആ പ്രചരണ രംഗത്ത് സജീവമായിരുന്ന ഷാഫിയുടെ ഇടപെടലാണ്. വിജയരാഘവനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് രമ്യയും കൊണ്ട് നടന്ന് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇത്തരം നിരവധി ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രമ്യ പ്രത്യേകിച്ച് PK ബിജുവിനെ പോലെ ഒരാളെ തോൽപ്പിച്ചു കൊണ്ടുവന്നത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ചിത്രം അല്പം കൂടി വ്യത്യസ്തമാവുകയാണ്. ഇപ്പോൾ മന്ത്രിയാണ് മത്സരിക്കുന്നതെങ്കിലും മന്ത്രിക്കും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം
പ്രത്യേകിച്ച് കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ട 2 മണ്ഡലങ്ങൾ ഒരുപക്ഷെ ഈ ആലത്തൂരും അതുപോലെ തന്നെ തൃശ്ശൂരും ഒക്കെ തന്നെയാവും. ആ തൃശ്ശൂർ ജില്ലയിലാകമാനം അതുപോലെ തന്നെ ആലത്തൂരുമൊക്കെ ഇത് പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശബരിമല, ഇത്തവണത്തെ ശബരിമലയിലെ പ്രശ്നങ്ങൾ നമുക്ക് എവർക്കും അറിയാം. ഇത്രയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ശബരിമല മണ്ഡലകാലം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയത്തിലോ ദേവസ്വം ബോർഡ് ഇടപെടേണ്ട വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും ഈ രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ അത്ര കണ്ട് ഫലപ്രദമായി ആ മണ്ഡലത്തിൽ തനിക്ക് കിട്ടിയ സ്ഥാനം ഉപയോഗിച്ചില്ല എന്നൊരാക്ഷേപം കൂടിയുണ്ട്. രമ്യ പാർലമെന്റിലൊക്കെ പോയെങ്കിലും പാർലമെന്റിൽ പോയി രമ്യ പിച്ചി ഞോണ്ടി മാന്തി എന്നൊക്കെ പറഞ്ഞ് ചില ബഹളങ്ങൾ ഉണ്ടാക്കുകയും പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് പാട്ട് പാടുകയും ബഹളം വെക്കുകയും, അതായത് എക്സ്കർഷന് പോകുമ്പോൾ ബഹളം വെക്കുന്ന പോലെ അല്ല പാട്ട് പാടുന്ന പോലെയൊക്കെ ആയിരുന്നു രമ്യയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം. അത് മാത്രമല്ല, അവിടെയുള്ളവർ ഇലക്ഷന് പോയിട്ട് പിന്നീട് വന്നപ്പോഴാണ്, അടുത്ത തെരഞ്ഞെടുപ്പിന് എത്തുമ്പോഴാണ് രമ്യ കാണുന്നതെന്ന് പല കോളേജ് വിദ്യാർത്ഥികളും പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടിട്ടില്ല, രമ്യ ആരാണെന്ന് അറിയില്ലാത്ത കോളേജ് വിദ്യാർത്ഥികളടക്കം അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ കൂടി മത്സരത്തിൽ നിന്നു, ഒപ്പം സരസുവും മത്സരത്തിലെത്തുന്നു. സരസുവിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചപ്പോഴും സരസു എല്ലാ കാര്യങ്ങളും വ്യക്തമായും കൃത്യമായും, അതായത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്നാണ് നരേന്ദ്രമോദി ആദ്യമായി പറഞ്ഞത്, കരുവന്നൂരിലെ മുഴുവൻ ജനങ്ങളുടെയും പണം കണ്ടുകിട്ടിയ കാശ് കൊണ്ട് അതിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് നൽകും എന്ന ഉറപ്പ് നരേന്ദ്രമോദി സരസുവിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ടൊരു പ്രധാനമന്ത്രിയോട് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, അത് അങ്ങനെയുള്ള വൈറലായി. അതാണ് അന്നത്തെ ദിവസം വളരെയധികം വൈറലാകുന്ന ഒരു വാർത്തയായിരുന്നു. അതായത് മോദിയുമായി സംസാരിക്കുന്ന ഡോക്ടർ സരസുവിൻ്റെ ആ ഒരു വീഡിയോ വല്ലാതെ വൈറലാവുകയും, ഓഡിയോ വല്ലാതെ വൈറലാവുകയും, ആ ഓഡിയോ പക്ഷേ ജനം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ ഓഡിയോയുടെ ഒരു സാധ്യത സരസുവിന് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന വോട്ടിനേക്കാൾ അല്ലെങ്കിൽ ലഭിക്കുമെന്ന് വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. അത്തരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പെങ്ങളൂട്ടി കഴിഞ്ഞ വർഷം ജയിക്കുന്ന സമയത്തിന് അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ മണ്ഡലങ്ങളിലും, അതായത് ഒരു മണ്ഡലത്തിലും ഇല്ലാതെ 7 മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിരുന്നു. അത് ഇടത് കോട്ടകളിൽ 20,000-ത്തിലധികവും 20,000-ത്തോളം ഒപ്പവും എത്തപ്പെടുന്ന വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 മണ്ഡലങ്ങളിലും ഏകദേശം 1,40,000 വോട്ടിന് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു പ്രത്യേകത, ആ അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്ന മണ്ഡലവും ഒരു തിരഞ്ഞെടുപ്പുമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഏകദേശം ജയിക്കുമ്പോൾ 1,58,968 വോട്ടുകൾക്കാണ് രമ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നത്. PK ബിജു, ഇതിൽ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നി. 2014 തിരഞ്ഞെടുപ്പിൽ PK ബിജു തേടുന്നത് 4,11,808. അന്ന് അവിടെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷീബ അന്ന് നേടുന്നത് 3,74,496. അതേപോലെ തന്നെയാണ് PK ബിജു ഈ തിരഞ്ഞെടുപ്പിൽ 2019 തിരഞ്ഞെടുപ്പിൽ 3,74,847. ഷീബ പിടിച്ച വോട്ടിൽ നിന്ന് വെറും 300 വോട്ടുകൾ മാത്രം കൂടുതൽ പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിലെ ഒരു കളിയാണ് ഞാൻ പറഞ്ഞത്. ഈ വോട്ട് എവിടെ നിന്ന് വന്നിട്ടാണ് ഇതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്? എങ്ങനെയാണെങ്കിൽ 4,14,000 വോട്ട് ലഭിച്ചത് എങ്ങനെയാണ് 2014? കാരണം ഏകദേശം 40,000 വോട്ടിൻ്റെ വ്യത്യാസം വരുന്നില്ലേ? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഈ വോട്ടുകൾ ആരാണ് എവിടെയാണ് മാറി ചെയ്യുന്നത് എന്നുള്ള അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് രമ്യ ഹരിദാസിന് രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോഴത്തേന് ഏകദേശം 5,33,815 വോട്ട് നേടുന്നു. അപ്പോൾ അത്രയും വോട്ടും 40,000 വോട്ട് കൂടുതലുള്ളതിൽ നിന്ന് തന്നെയാണ് വീണ്ടും ഏകദേശം 1,18,000 വോട്ടിലേക്ക് കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതുണ്ട്. അപ്പോൾ ഇത്രയും വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത് നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരാണ്. ആ നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് എപ്പോഴും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സാധ്യതകൾ തോന്നുന്ന പുതുതായിട്ടൊരു പെൺകുട്ടി നിൽക്കുമ്പോൾ, വിവാഹം പോലും കഴിക്കാത്തൊരു പെൺകുട്ടി നിൽക്കുമ്പോൾ അവളോട് തോന്നുന്ന ഒരു അനുകമ്പ, മറ്റൊന്ന് രമ്യ ഹരിദാസിനെ പോലുള്ള ഒരു ചുറുചുറുക്കുള്ള പെൺകുട്ടി, അവൾ എല്ലാ തലങ്ങളിലും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ തലങ്ങളിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടി എന്നുള്ള ഒരു അവളോട് ചിലപ്പോൾ തോന്നാവുന്ന അത്തരത്തിലൊരു ഇതുകൂടെ തോന്നാമല്ലോ, അത്തരത്തിലൊരു എന്താണ് അവളൊരു അനുകമ്പയും സ്നേഹവും ഒക്കെ തോന്നാവുന്ന ഒരു സംഭവം, അതൊക്കെ ഒന്നാം ഘട്ടത്തിലുണ്ടായി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ 1,58,000 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രമ്യ ഹരിദാസിനെ കൊണ്ടെത്തിച്ചതെന്ന് തന്നെ പറയാം. പക്ഷേ രമ്യ ഹരിദാസ് ഈ പറഞ്ഞതുപോലെ, ശ്രീല പറഞ്ഞതുപോലെ, രമ്യ ഹരിദാസ് അങ്ങനെ സജീവമായിട്ട് ആലത്തൂർ എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലുണ്ടായിരുന്നു. ജനങ്ങളോട് ഇടപെട്ടിരുന്നു, ജനങ്ങളുമായിട്ട് സംവദിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുണ്ട്. 1-2 ചില വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ള MP യുടെ ഒരു പ്രകടനമൊക്കെ നമ്മൾ കാണുന്നതാണ്. വണ്ടിയെ തടഞ്ഞു നിർത്തി നടത്തുന്ന പ്രകടനങ്ങൾക്ക്
അതൊക്കെ ചില ആൺകുട്ടികൾ കാണിക്കുന്നത് പോലെ ഇന്നും ചിലപ്പോൾ ആലത്തൂരിലെ ഈ MP-ക്ക് 18 വയസ്സായിട്ടുള്ള ഒന്ന് ചുവന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പ്രകടനമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ പരം കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സീരിയസ്നെസ്സോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. പല ഇടങ്ങളിലുമുള്ള രമ്യയുടെ പ്രവർത്തനം ഒരു തമാശ മട്ടിലാക്കി കളഞ്ഞു. അതെ, അല്ല MP എന്നുള്ള ആ ഒരു പദവിയെ പക്ഷെ ഒരിക്കലും രമ്യ ഹരിദാസ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ പദവിക്ക് പൂർണ്ണമായിട്ടും കൊടുക്കേണ്ട ഒരു ബഹുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ എന്നല്ല. കാരണം ചിലപ്പോൾ അവരുടെ കുട്ടിക്കളി പോലെ അത് തോന്നുന്നുണ്ടായിരിക്കാം, അവർ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അത് രണ്ട് തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇവരിതിനെ സീരിയസ് ആയിട്ട് കാണാതെ അതിന് വലിയ ബഹുമാനം കൊടുക്കാതെ നിന്നു എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കാം. അതേസമയം MP എന്നുള്ള പദവി എനിക്ക് വലിയ അലങ്കാരമാണ് എന്നും അതിങ്ങനെയൊക്കെ നടക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി വെയിറ്റ് ഇട്ട് മസിലൊക്കെ പിടിച്ച് നടന്നിരുന്നുവെങ്കിൽ അതും മറ്റൊരു നെഗറ്റീവായിട്ട് മാറിയേനെ, അതൊരു പോസിറ്റീവ് അല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ നടക്കുന്നത് ചിലപ്പോൾ രമ്യയ്ക്ക് പോസിറ്റീവായി മാറുകയും ചെയ്യാം. പക്ഷേ അവിടുത്തെ പ്രശ്നം അതല്ല. അവരുടെ കുടിവെള്ള പാർപ്പിട പ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുവാൻ MP-ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ജനങ്ങൾ തന്നെയായിരിക്കും അവിടെ വോട്ട് ചെയ്ത് അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതേസമയത്തിലാണ് നമ്മൾ CPM-ൻ്റെ നേതാവുള്ള K. രാധാകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ, K. രാധാകൃഷ്ണൻ മന്ത്രിയാണ്, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയാണ്, ജനങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ചേലക്കരയുടെ മകനാണ്. ചേലക്കരക്കാർക്ക് ഇത്രത്തോളം പ്രിയപ്പെട്ട മറ്റൊരു നേതാവില്ല എന്നുള്ളത്. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത, രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. രമ്യ ഹരിദാസ് വിവാഹം കഴിച്ചിട്ടില്ല, രാധാകൃഷ്ണൻ വിവാഹം കഴിച്ചില്ല. അങ്ങനെ വിവാഹം കഴിക്കാത്ത രണ്ടുപേരാണ്. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണനോട് ഈ ചേലക്കരക്കാർക്ക് ഒരു പ്രത്യേക മമതയുണ്ട്, ഒരു പ്രത്യേക സ്നേഹമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ പുറത്തല്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജനങ്ങളോട് ഇത്രയേറെ സംവദിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന സൗമ്യമുഖമായിട്ടുള്ള സൗമനസ്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ K. രാധാകൃഷ്ണൻ വളരെ പ്രത്യേകതയുള്ളൊരു നേതാവാണ്. ആ ഒരു അർത്ഥത്തിൽ ചേലക്കരക്കാർക്ക് മാത്രമല്ല, അതിന് പരിസര പ്രദേശമുള്ള വടക്കാഞ്ചേരി അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ സ്വാധീനം രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവാണ് K. രാധാകൃഷ്ണൻ. K. രാധാകൃഷ്ണന് വിജയിപ്പിക്കുവാൻ കഴിയുന്ന മണ്ഡലം കൂടിയാണ് ആലത്തൂർ. അതിന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലത്തൂരിലെ പെങ്ങളൂട്ടി എന്ത് ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ജനങ്ങളായിരിക്കും K. രാധാകൃഷ്ണൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അത് പറയുമ്പോഴും മറ്റു ചില സാധ്യതകൾ കൂടി ഇതിനകത്തുണ്ട്. K. രാധാകൃഷ്ണനെ എന്തിനാണ് ഈ മന്ത്രി പദവിയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടൊരു MP ആക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു സംവിധാനമുള്ളൂ. ഒരു ക്യാബിനറ്റ് പദവിയിൽ കൂടുതൽ സംവിധാനം ഈ ഇതിനകത്ത് ഈ MP പദവിയിൽ ലഭിക്കാനില്ലല്ലോ. അപ്പോൾ MP പദവിയും ചിലപ്പോൾ ഒരു ക്യാബിനറ്റ് പദവിക്ക് തുല്യമാകുന്നതാണെങ്കിൽ കൂടിയും ഈ ക്യാബിനറ്റ് മന്ത്രി എന്ന് പറയപ്പെടുന്ന പദവി ഒരിക്കലും അതല്ലല്ലോ. അതിനെ വലിച്ചെറിഞ്ഞിട്ട് MP എന്ന് പറയപ്പെടുന്ന നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ആലത്തൂർ മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ രഹസ്യങ്ങൾ ഉറങ്ങുന്ന മനസ്സുള്ള പിണറായി വിജയന് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് എന്ന് പറയേണ്ടി വരും. ഒന്നാമതായിട്ട് ഈ K. രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നത് പാർലമെൻ്ററി രംഗത്ത് സീനിയോറിറ്റിയുള്ള നേതാവാണ്. ഒന്നുകിൽ ഈ പിണറായി വിജയനേക്കാൾ മുകളിൽ, അതാണ് അതിൻ്റെ പ്രത്യേകത. പിണറായി വിജയനേക്കാൾ മുകളിലുള്ള സീനിയോറിറ്റിയുള്ള നേതാവായിട്ടുള്ള K. രാധാകൃഷ്ണൻ എന്തുകൊണ്ട് മന്ത്രിയായില്ല, മുഖ്യമന്ത്രിയായില്ല എന്നൊരു ചോദ്യം വരില്ലേ? അങ്ങനെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഒരു പട്ടികജാതിക്കാരൻ ആദ്യമായി ഇവിടുത്തെ മുഖ്യമന്ത്രിയാകില്ലേ? അതൊന്നുകൊണ്ടാക്കിയില്ല. എണ്ണം ഈ പറയുന്ന ജാതികൾ അല്ല, ഈ പറയുന്ന പാർട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള വർണ്ണവിവേചനം നടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറയുന്നത് SC/ST സംവരണം പ്രൈവറ്റ് മേഖലയിൽ കൂടി ഉണ്ടാക്കുമെന്നാണ്. പോളിറ്റ് ബ്യൂറോയിലോ പാർട്ടിയിലോ പോലും അത്തരമൊരു നേതാക്കന്മാരില്ല. എന്നാൽ അതേസമയം BJP-യെ നോക്കി ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്യും. BJP-ക്ക് രാഷ്ട്രപതിയും ഒക്കെ, രാഷ്ട്രപതിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ സവർണ മേധാവിത്വമുള്ളവരല്ല. പക്ഷെ അപ്പോഴും ഇവർ ആക്ഷേപിക്കുന്നത് BJP-യെ നോക്കിയാണ്. അവിടെയാണ് അല്ല, അത് BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി അത്തരത്തിലൊരു സവർണ പാർട്ടിയാണ് എന്നുള്ള ഒരു ലേബൽ. പക്ഷെ അതിനകത്തെ നേതാക്കളെല്ലാം ഇപ്പോൾ നമുക്കറിയാലോ, ഈ കേരളത്തിലെ പ്രധാനമന്ത്രി അടക്കം നോക്കിയാലും താഴെ സംസ്ഥാനത്തെ നേതാക്കളെ നോക്കിയാലും എല്ലാ നേതാക്കൾക്കും ഇങ്ങനെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ കൽപ്പിച്ച് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറയേണ്ടത്. ഒരു മതേതര മുഖം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു വലിയ ശ്രമവും നടക്കുന്നുണ്ട്. കാരണം വർഗീയവാദികളെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന BJP-ക്കാർ ആ BJP അതിൽ നിന്ന് മാറി മതേതര മുഖത്തോടുകൂടി വരാനുള്ള ശ്രമമാണ്. APJ അബ്ദുൽ കലാമിനെ അടക്കം രാംനാഥ് കോവിന്ദ്, APJ അബ്ദുൽ കലാം അടക്കമുള്ളവർ. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് ഒരു പക്ഷേ ദ്രൗപദി മുർമു പോലും ഞെട്ടിയിട്ടുണ്ടാവും. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ അങ്ങനെ വലിയ മതേതര വേണമെങ്കിൽ വെങ്കയ്യ നായിഡുവിനെ കഴിയുന്ന രാഷ്ട്രപതിയാക്കാവുന്നതേ. പക്ഷെ അപ്പോഴും പുറത്തു നിന്ന് കൊണ്ടുവന്നൊരു അതെ അതാണ് പറഞ്ഞത്. BJP എന്ന് പറയപ്പെടുന്നത് വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ള, ചിലപ്പോൾ സൂത്രശാലികളായിട്ടുള്ള കുറച്ചു പേരുടെ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ആൾക്കാരുടെ ഇടമാണ്.
അവിടെ രാഷ്ട്രീയപരമായിട്ട് ഉയർന്നതിനേക്കാളേറെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ കെൽപ്പുള്ളവർ ഇന്ന് ആ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ പാർട്ടി അങ്ങനെയാണ് എന്നെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ 120-120 വരുന്ന MP-മാരെയൊക്കെ ഒറ്റയടിക്ക് പുറത്താക്കാൻ കഴിയുമെന്ന ഒരു പാർട്ടി വേറെ ഏതാ പാർട്ടിയുള്ളത്? ഒരു പാർട്ടിക്കും കഴിയില്ല. അത്തരത്തിൽ തൻ്റെ ഇടം കാണിക്കാൻ കഴിയില്ല. 120 MP-മാരെ പുറത്താക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ അത്രത്തോളം നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. സാധാരണഗതിമാരും ഈ പറയുന്ന MP-മാർക്കൊന്നും അണികളില്ലാത്ത MP-മാരുമാണ്. BJP എന്നുള്ളത് കൊണ്ട് മാത്രം വോട്ട് ലഭിക്കുന്നവരാണ്. ഇവിടെ നമുക്കറിയാവുന്ന കോൺഗ്രസിനകത്താണെങ്കിൽ കരുണാകരൻ, സുധാകരൻ, VD സതീശൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി, ഇങ്ങനെ പല നേതാക്കളും അവർക്ക് കുറച്ച് അണികളുമാണ്. അത്തരത്തിലുള്ള അണികളുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മറ്റൊരു രാഷ്ട്രീയക്കാരന് വോട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന VD സതീശൻ്റെ ആൾക്കാർ സുധാകരൻ വോട്ട് ചെയ്യില്ല, സുധാകരൻ്റെ ആൾക്കാർ രമേശിന് വോട്ട് ചെയ്യില്ല. ഇങ്ങനെ പക്ഷേ BJP-യിൽ അങ്ങനെയല്ല. BJP-യിൽ അവിടെ അമിത്ഷായുടെ ആളെന്നോ നരേന്ദ്രമോദിയുടെ ആളെന്നോ ഇല്ല, BJP-ക്കാരെന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ആ പാർട്ടിയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് വളരെ പതിയെ ഉള്ളൊരു വളർച്ച. അത് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. പതിയെ കെട്ടിയുണ്ടാക്കിയതെല്ലാം അങ്ങനെ സ്ട്രോങ് ആയിരിക്കുമെന്ന് പറയുന്നത്. BJP-യുടെ വളർച്ച അത്തരത്തിലുണ്ടാകും. ഞാൻ പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അതായത് K. രാധാകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, K. രാധാകൃഷ്ണനെ പൂർണ്ണമായിട്ടും ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ K. രാധാകൃഷ്ണനിലേക്ക് വന്നാൽ, K. രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്നത് K. രാധാകൃഷ്ണൻ പാർലമെൻ്ററി ജനാധിപത്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ തന്നെ ചിലപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ സീനിയോറിറ്റി ഉള്ള നേതാവ് എന്ന് പറയപ്പെടുന്നത് K. രാധാകൃഷ്ണൻ. K. രാധാകൃഷ്ണനെ തോൽപ്പിച്ച് മടക്കി അയക്കുക എന്നുള്ളതും K. രാധാകൃഷ്ണനെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കുക എന്നുള്ളതും പിണറായി വിജയൻ്റെ തന്ത്രം. ഇത് തന്നെയാണ് KK ശൈലജയുടെ കാര്യത്തിൽ ഇത് തന്നെ. കാരണം സീനിയോറിറ്റിയുള്ള ജനപ്രിയതയുള്ള നേതാക്കളെ മാറ്റി നിർത്തുക എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ചിലരെയൊക്കെ ഉയർത്താൻ കഴിയാത്തതെന്ന് വെച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണ്, അത്തരത്തിൽ ഉയർത്തേണ്ടവരെ ഒരിക്കലും ഉയർത്താറില്ല. അത് കോൺഗ്രസിനകത്തും അങ്ങനെയാണ്, CPM-നകത്തും അങ്ങനെയാണ്. അപ്പോൾ K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം കളഞ്ഞ് ഇവിടെ വന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാൽ തിരികെ ചെല്ലുമ്പോൾ ജനപ്രിയനല്ലാത്ത നേതാവാണ് K. രാധാകൃഷ്ണൻ എന്ന് പോളിറ്റ് ബ്യൂറോ അടക്കം എത്താതിരിക്കാനുള്ള ശ്രമം അതിലൂടെ നടത്താം. മറ്റൊന്ന്, ലോക്സഭയിലേക്ക് അദ്ദേഹം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഡൽഹിയിൽ അദ്ദേഹത്തെ ഒതുക്കാം. അദ്ദേഹത്തെ പിന്നെ എന്തായിരുന്നാലും തിരികെ വന്ന് ഇനി ഒരു മന്ത്രിയാകാനോ ഇനി ഒരു MLA ആകാനോ ഈ പറയുന്ന K. രാധാകൃഷ്ണൻ ഒരിക്കലും കഴിയില്ല. കാരണം അത്തരത്തിലൊരു വലിയ തീരുമാനത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ഈ ശ്രീ പിണറായി വിജയൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയന് ഇനിയുള്ള 2 വർഷക്കാലം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് സീനിയോറിറ്റി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കള്ളക്കളി കൂടി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പം നമ്മളിപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ എടുത്തോ അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ലക്ഷ്യം ഇതിനകത്ത് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കാണില്ലായിരിക്കും. അത്രത്തോളം കുറ്റങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്ന ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ എന്നത്. അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരെ ഇഷ്ടമല്ല, ജനങ്ങളെ ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കളെ ഇഷ്ടമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ കൊളീഗ്സായിട്ടുള്ള മന്ത്രിമാരെ ഇഷ്ടമല്ല. ആരും ഉയർന്നു വരുന്നത് ഇഷ്ടമില്ലാതായി പോകുന്നുണ്ടോ ഇദ്ദേഹത്തിന് എന്ന് ചോദിക്കേണ്ടി വരും. അതൊന്നാണ് ഒരു ചാവേറായി മാറാൻ പോവുകയാണ് സത്യത്തിൽ K. രാധാകൃഷ്ണൻ. പിന്നെ K. രാധാകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ട ഒരാളാണ് രാധാകൃഷ്ണൻ. ചേലക്കരയ്ക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തം ഇപ്പോൾ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായി കണക്കാക്കാൻ കഴിയും. സൗമ്യനായ മുഖം, ഒപ്പം തന്നെ ആൾക്കാരോട് ഇടപെടാൻ അറിയാവുന്ന വ്യക്തിത്വം, ഇങ്ങനെ പല മേഖലകളിലൂടെ സഞ്ചരിച്ച, മന്ത്രി എന്ന പദവിയിൽ മറ്റ് അഴിമതി കഥകളൊന്നും ഇല്ലാത്ത, എന്നാൽ വളരെ കൃത്യമായി നടത്താൻ കഴിയുമെന്ന് ഉറപ്പ് കാണിച്ച ഒരു നേതാവാണ് K. രാധാകൃഷ്ണൻ. പക്ഷേ ആ K. രാധാകൃഷ്ണൻ അതെല്ലാം വോട്ടുകളായി മാറുമോ എന്നുള്ള കാര്യത്തിലും കരുവന്നൂർ ഇഷ്യൂ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. തീർച്ചയായിട്ടും അത് തന്നെയാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലാകും ഏത് രീതിയിലാകും ഇവിടങ്ങളിലെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിനെ അത് ബാധിക്കുക എന്ന് വ്യക്തമായി കാത്തിരുന്ന് കാണുക തന്നെയെന്ന് തീർച്ചയായിട്ടും. കാരണം അത് വലിയൊരു ഫാക്ടറാണ് കരുവന്നൂർ വിഷയം. കാരണം അഴിമതിയിൽ മുങ്ങിത്താണ് പോകുന്ന CPM-നെ സഹിക്കാൻ CPM-ലെ അണികൾക്ക് തന്നെ കഴിയാതായിരിക്കുന്നു. മുമ്പത്തെ പോലത്തെ CPM അല്ലെങ്കിൽ അന്തംഗമ്മികൾ അല്ലേ, ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറിയിട്ടുള്ളവരിൽ പലരും തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുക. എന്തിനു നമ്മൾ സഹിക്കണം, ഇങ്ങനെ ഈ ഒരാളെ എന്തിനാണ് സഹിക്കേണ്ടത്? ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നപ്പോൾ. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന മറ്റ് ജനങ്ങൾക്ക്, അതായത് തൊഴിലാളിതര വർഗത്തിൽപ്പെട്ടുള്ള ആ വർഗസ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇങ്ങനെ വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരപ്പെട്ട K. രാധാകൃഷ്ണനെ പോലുള്ളവരെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ അതേപോലെ തന്നെയാണ് ഈ പിണറായി വിജയനും ഉയർന്നു വന്നത് എങ്കിൽ കൂടിയും ജനങ്ങളോട് സംവദിക്കാൻ കഴിയാത്ത, ജനങ്ങളെ മനസ്സിലാക്കാത്ത, ജനങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ഇതുപോലുള്ള പിണറായി വിജയനെ പോലുള്ളവരെയൊക്കെ മുഖ്യമന്ത്രിയായിട്ട് കാണേണ്ടി വരുന്ന ഗതികേടിലാണ് കേരളം.
അപ്പോൾ അവിടെ ഈ സ്വന്തം ജനങ്ങളോട് ചിരിക്കാൻ കഴിയാത്ത, പ്രതിബദ്ധതയുള്ള, അവരോട് ഒരു തരത്തിലും ഉത്തരവാദിത്തം കാണിക്കാത്ത, ജനങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള ബോധ്യം പോലും ഇല്ലാത്ത ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ മന്ത്രിമാരെ അപ്പോൾ ഇദ്ദേഹം സഹിക്കുമെന്ന് തോന്നുന്നുണ്ട്. അത് ഇവർക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രിവിലേജ് ഉണ്ടെങ്കിൽ അത് ഉയർത്തി അതാണ് അതിനെ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുക, അതുമില്ല. അതിന് അത്തരത്തിൽ നീച പ്രവർത്തികളാണ്, ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. താനും തൻ്റെ കുടുംബവും മാത്രം നന്നായാൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പിണറായി തരംതാണ് പോകുന്നത്. അവിടെയാണ് ബാക്കിയുള്ള CPM-കാർ ചിലപ്പോൾ കുറച്ചുകൂടി ശക്തമായി പറഞ്ഞാൽ അവർക്ക് പിണറായി വിജയനേക്കാൾ കഴിവുള്ള നേതാക്കളുണ്ട്, ജനങ്ങളുടെ ഹൃദയം തൊട്ടറിയുന്ന നേതാക്കൾ. പക്ഷെ അവരെ ഒന്നും വച്ചു വാഴിക്കുന്ന സമീപനം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയായി മാറിയപ്പോൾ, ഇപ്പോൾ വ്യക്തി പാർട്ടിയാവുന്ന കാലമാണ്, അങ്ങനെ പാർട്ടിയായി മാറിയപ്പോൾ ഇല്ലാതാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ആലത്തൂരിൽ ഏതാണ്ട് വിജയം ഉറപ്പിക്കാമോ രാധാകൃഷ്ണൻ? അത്തരത്തിലാണോ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കാരണം രാധാകൃഷ്ണൻ അങ്ങോട്ട് വിജയം ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ രാധാകൃഷ്ണന് സാധ്യതകൾ എന്ന് പറയുന്നത്, രാധാകൃഷ്ണനല്ല, ക്ഷമിക്കണം, സരസ്വാണ്, ഡോക്ടർ സരസ്വാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. സരസ്സുവിൻ്റെ സാധ്യതകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്. കാരണം സരസ്സുവിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞ സ്ഥാനാർത്ഥി, അതായത് TV ബാബു നേടിയ 89,837 വോട്ടിനേക്കാൾ ചിലപ്പോൾ ഒരു ഇരട്ടിയിലധികം, ഒരു 2 ലക്ഷത്തിലേക്ക് എത്താം, 1.5 ലക്ഷത്തിലധികം വോട്ടുകളിലേക്ക് സരസ്സുവിൻ്റെ വോട്ട് എത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ആ വോട്ടുകൾ മോദിയുടെ വോട്ടുകളാണ്. കാരണം മോദി വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സരസ്സു അവിടെ, അതെ, സരസ്സുവിന് ലഭിക്കുന്ന വോട്ടുകളാണ്. അത്തരത്തിലുള്ള വോട്ടുകൾ ലഭിക്കുമ്പോൾ ആ വോട്ടുകൾ വിജയസാധ്യത ഉണ്ടാക്കുന്നില്ല എങ്കിൽ കൂടിയും പക്ഷേ മറ്റുള്ളവരുടെ ചില വിജയസാധ്യതകളെ പിടിച്ചു നിർത്താൻ സാധിക്കും. അത് ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് CPM-ൻ്റെ വോട്ടുകൾ അടക്കം അത് പിടിച്ചു മാറ്റിയേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ രാധാകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന മന്ത്രിക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് കരുതുന്ന ഇത്തരത്തിലുള്ള വിജയസാധ്യത ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പെങ്ങളൂട്ടി വീണ്ടും ജയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു പോയേക്കാം. അതായത് രാധാകൃഷ്ണൻ സരസ്വതിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കുകയുമില്ല, എന്നാൽ രാധാകൃഷ്ണൻ ലഭിക്കാനുള്ള വോട്ടുകൾ മാറിപ്പോവുകയും ചെയ്താൽ പെങ്ങളൂട്ടിക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ പെങ്ങളൂട്ടി വീണ്ടും ഈ ആലത്തൂരിൽ നിന്ന് MP ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം. ഇതൊന്നുമല്ലെങ്കിൽ മാത്രമാണ് അത്ഭുതം സംഭവിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണൻ ജയിക്കുവാനുള്ള സാധ്യതയുള്ളത്. കാരണം ചേലക്കര അടക്കമുള്ള മണ്ഡലങ്ങൾ, വടക്കാഞ്ചേരി അടക്കമുള്ള മണ്ഡലങ്ങളിലെ വലിയ സാധ്യതകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടങ്ങളാണ്, അവരുടെ ഇടത്താവളങ്ങളാണ് ഈ പറയുന്ന ഇടങ്ങളൊക്കെ. അവിടെ നിന്ന് ലഭിക്കാവുന്ന വോട്ടുകൾ കൊണ്ട് രാധാകൃഷ്ണൻ ഏതെങ്കിലും വിധത്തിൽ ജയിച്ച് കയറിയേക്കാം. പക്ഷേ ആ സാധ്യതകളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം നേടിയ ഓരോ, അതായത് ഇപ്പോൾ തരൂരിലാവട്ടെ, ചിറ്റൂരിലാവട്ടെ, നെന്മാറയിലാവട്ടെ, ആലത്തൂരിലാവട്ടെ, ചേലക്കരയിലാവട്ടെ, കുന്നംകുളത്താവട്ടെ, വടക്കാഞ്ചേരിയിലാവട്ടെ, ഇവിടെയെല്ലാം 20,000-ഓളം, അതിൽ ആകെ ഒരു അല്പമെങ്കിലും മാറിയിട്ടുള്ള കുന്നംകുളത്തൊരു 14,322 വോട്ടുകളും മാത്രമാണ്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ വടക്കാഞ്ചേരിയിൽ 19,549 വോട്ട്. ഇത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം 24,000, 23,000, 30,000, 22,000, 23,000 ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. ഇത്രയും ഭൂരിപക്ഷമാണ് രമ്യക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഭൂരിപക്ഷങ്ങളിൽ ഒരു 10,000 വെച്ച് കുറഞ്ഞാൽ പോലും രമ്യ ഹരിദാസിന് ജയിക്കാൻ സാധ്യത. ഈ പിടിച്ചു മാറ്റുന്ന വോട്ടുകൾ സരസ്വൻ ലഭിച്ചാൽ പോലും സരസ്വൻ ജയിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ പറഞ്ഞ TV ബാബുവിനേക്കാൾ കുറച്ച് വോട്ട് പെർസെൻറ്റേജ് കൂട്ടാൻ പറ്റും. മോദിയുടെ സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് ഇരട്ടിയിലേക്ക് എത്തിക്കുവാനും കഴിയും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പറയേണ്ടി വരുന്നത്. കാരണം ചേലക്കരയിൽ മത്സരം കടുക്കുമ്പോൾ ഈ ത്രികോണ മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം സരസ്വൊക്കെ മാറി നിൽക്കേണ്ട വ്യക്തിത്വങ്ങളല്ല എന്ന് വിധി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം ഡോക്ടർ സരസ്സുവിന് അവരുടെ പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാത്രമല്ല മോദിയുടെ ഇടപെടലുണ്ടായതുകൊണ്ട് തന്നെ അത് വളരെ പ്രത്യേക സാഹചര്യമായിട്ട് പരിഗണിച്ച് അണികൾ ചിലപ്പോൾ വോട്ടുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല TV ബാബു കുളത്തിലാണ് മത്സരിച്ചെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സരസ്സു മത്സരിക്കുന്ന താമരയിൽ തന്നെയാണ്. ആ താമര ചിഹ്നത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒപ്പം വടക്കാഞ്ചേരിയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ രമ്യ ഹരിദാസിന് സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. വടക്കാഞ്ചേരിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ രാധാകൃഷ്ണൻ വിജയിക്കുവാനും കഴിയും എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.